കേരളത്തിൽ പുതുതായി അന്തർദേശീയ കയാക്കിംഗ് സെന്റർ നിലവിൽ വന്ന സ്ഥലം? ഉത്തരം പുലിക്കയം, കോഴിക്കോട്. ഇത് നമുക്കെങ്ങനെ ഓർക്കാം? കയാക്കിംഗ് സെന്ററിൽ ഒരു കയം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഉത്തരത്തിലുള്ള പുലിക്കയത്തിലും. അപ്പോൾ കേരളത്തിൽ പുതുതായി അന്തർദേശീയ കയാക്കിംഗ് സെന്റർ നിലവിൽ വന്ന സ്ഥലമാണ് പുലിക്കയം. ആ ചോദ്യത്തിലെ കയവും ഉത്തരത്തിലെ കയവും ബന്ധപ്പെടുത്തിയാൽ കയാക്കിംഗ് സെന്റർ പുലിക്കയം എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. നാളികേര ഉത്പാദനത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങൾ ഏവ? ഉത്തരമാണ് കർണാടക, തമിഴ്നാട്, കേരളം. എങ്ങനെ നമുക്ക് ഓർക്കാം? കഥകെ എന്നോർക്കാം. അതായത് കർണാടക, തമിഴ്നാട്, കേരളം എന്നിവയാണ് നാളികേര ഉൽപാദനത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങൾ. അടുത്ത ചോദ്യം. കേരളത്തിൽ ആദ്യമായി വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത്? മറവൻതുരുത്ത്, കോട്ടയം. ഇത് ഒരു കോഡിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഓർക്കുക, നമ്മൾ ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ വാട്ടർ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നടന്നു പോകുമ്പോൾ വാട്ടർ നമ്മളുടെ ദേഹത്ത് പതിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു മറവ് അവിടെ വെച്ചു. അപ്പോൾ ആ മറവിൽ തട്ടി വെള്ളം നമ്മുടെ ദേഹത്ത് വരാതിരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ ആദ്യമായി വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലമാണ് മറവൻതുരുത്ത്, കോട്ടയം. അടുത്ത ചോദ്യമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാര ജേതാവ് ആണ് PN ഗോപികൃഷ്ണൻ. അതായത് NV കൃഷ്ണവാര്യർ സ്മാരക പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണൻ. ചോദ്യത്തിൽ കൃഷ്ണവാര്യറിലെ കൃഷ്ണനെ ഉത്തരത്തിലെ PN ഗോപികൃഷ്ണനിലെ കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയാൽ NV കൃഷ്ണവാര്യർ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് PN ഗോപികൃഷ്ണൻ എന്ന് കിട്ടും. ആ കൃതിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ. അടുത്ത ചോദ്യം നോക്കാം. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് KN ഹരിലാൽ. എങ്ങനെ നമുക്ക് ഇതൊരു കോഡ് രൂപത്തിൽ പഠിക്കാം? ഇന്ത്യയുടെ ആദ്യത്തെ CAG ആരായിരുന്നു? V നരഹരി റാവു. CAG എന്ന് പറയുന്നത് ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പോസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ CAG ആയിരുന്നു V നരഹരി റാവു. ആ ഹരിയെ ഇവിടെ ബന്ധപ്പെടുത്തിയാൽ നമുക്ക് KN ഹരിലാൽ എന്ന് കിട്ടും. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ CAG V നരഹരി റാവു. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ KN ഹരിലാൽ.